കക്ഷിയുടെ ഓർഡർ പ്രശ്നമുണ്ട്. ഇവിടെ സെൻറ്റ് ആൻ്റണീസ് കട്ടക്കോട് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇലക്ഷനിൽ 71 നമ്പർ ബൂത്തിൽ നടന്ന ഒരു അതിക്രമമാണ്. അതിനകത്ത് വോട്ട് ചെയ്യാനായിട്ട് എത്തിയ 867 നമ്പർ വോട്ടർ പട്ടികയിൽ 867 നമ്പർ വോട്ട് ഉള്ള സത്യൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചെറുമകനുമായിട്ടാണ് വോട്ടിടാൻ വേണ്ടി വോട്ടിംഗ് സെൻറ്ററിനകത്തേക്ക് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കടന്നത്. എന്നാൽ വോട്ടിടുന്ന ഇരിക്കുന്ന ആ ഭാഗത്ത് അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയും ചെറുമകനെ പുറത്തിറക്കി നിർത്തുകയും ചെയ്തിട്ട് അതുവരെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഞാനുണ്ട്, മറ്റ് 2 പോളിംഗ് ഇന്നേജൻറ്റുമാർ 3 പേര് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അടുത്ത ആൾക്കാരുടെ ക്രമ നമ്പർ പറയുന്ന സമയം കൊണ്ട് അദ്ദേഹം അവിടെ വോട്ടിംഗ് നടത്തുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഈ നമ്മുടെ ICDS അംഗൻവാടി വർക്കേഴ്സിനെ ഹെൽപ്പേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു വർക്കർ അതിനകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവർ കയറി വന്ന് ഇദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്തു എന്ന് ഇദ്ദേഹം ഉറക്കെ കടന്ന് ബഹളം വയ്ക്കുന്ന കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുന്നത്. അവർ പെട്ടെന്ന് പോയി എന്താ വിഷയം ചോദിച്ചു പറഞ്ഞു, എൻ്റെ വോട്ട് ഇവക്കിടാൻ എന്താ കാര്യം, ഞാൻ കൈപ്പത്തിക്ക് വോട്ടിടാൻ വന്നതാണ്, ഇവർ അരിവാൾ ചുറ്റികയിൽ ചെയ്തു, എന്തിനാണ് എൻ്റെ വോട്ട് അവൾ ചെയ്തു, എനിക്ക് വോട്ടിടാൻ അറിയാം, എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമല്ല, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമല്ല, ഞാൻ സ്വന്തമായി വോട്ടിടാൻ കയറി, എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തണുപ്പിക്കാൻ ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്താണ് മാമ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് പറയണം, ഇങ്ങനെയാണ് ഞാൻ ഇന്ന ചിഹ്നത്തിൽ കൈപ്പത്തിൽ വോട്ടിടാൻ വന്ന എന്നെ കൈപ്പത്തിൽ വോട്ടിടാൻ സമ്മതിച്ചുമില്ല, എൻ്റെ വോട്ട് ഞാൻ ചെയ്തിട്ടില്ല, അവൾ ആരാണ് വന്നിവിടെ വോട്ടിടാൻ എന്ന രീതിയിൽ അത് ചോദ്യം ചെയ്യുന്ന സംസാരമായി. മാമ ആകെ ബഹളമായി. ഈ 2 മിഷൻ ഇരിക്കുന്ന ഭാഗം തടഞ്ഞു വെച്ചുകൊണ്ട് 2 കൈ കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് വോട്ടിടണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, അവരെന്നോട് കയർത്ത് കയറിയിട്ട് അതിനകത്ത് ഇരിക്കാനുള്ള പാസ് ഉൾപ്പെടെ ഇരിക്കുന്ന എന്നോട് കയർത്ത് കയറുകയും അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നു. അവസാനം അവിടെ സംസാരിച്ചു വന്നപ്പോൾ മാമനെ ഇവർ തണുപ്പിക്കാം. കാരണം പുള്ളിക്കാരൻ വോട്ടിടാതെ പോയില്ല എന്ന നിലപാടെടുത്താണ് നിന്നത്. അപ്പം പുള്ളി പുറത്ത് പോയില്ലെങ്കിൽ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന് ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇവർ പ്രവർത്തിച്ചു. ഇവർ ചെയ്തത് അതിനകത്ത് ടോട്ടൽ കൗണ്ട് ചെയ്യുന്ന മെഷീൻ ഓഫ് ചെയ്തുകൊണ്ട് ആ VVPAറ്റും മറ്റു മെഷീനും ലൈറ്റ് കത്തിച്ച് വെച്ചു, അത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മാമനെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിച്ചു. മാമൻ ഏതാണ് വോട്ട് മാമൻ ചെയ്തോ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അതിനകത്തും മറ്റിരിക്കുന്ന 2 പാർട്ടിക്കാരൻ്റെ ആൾക്കാരും അതിന് യാതൊരു രീതിയിലൊരു ആക്ഷൻ എടുക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് തിരക്കുകയോ ചെയ്യുന്നില്ല. അതാണ് മറ്റൊരു എല്ലാവരും ഒരുമിച്ച് അതെന്താണ് വിഷയം തിരക്കിയിരുന്നെങ്കിൽ വ്യക്തമായി അവിടെ ഒരു നിലപാട് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിമറിക്കുകയും ഈ മാമനെ കൊണ്ട് ഒരു ഫേക്ക് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. മാമൻ വോട്ട് ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ പുറത്തിറങ്ങിപ്പോയി. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് മാമൻ്റെ മകൻ വന്നു. ഇതറിഞ്ഞുകൊണ്ട് മകൻ വന്ന് സംസാരിച്ചപ്പോഴാണ് എൻ്റെ അച്ഛന് കണ്ണിന് യാതൊരു കാഴ്ചക്കുറവില്ല, ആരോഗ്യ പ്രശ്നമില്ല, എൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം വോട്ടിടാൻ വന്നതാണ്, അവരെ വോട്ട് നടന്നിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ആ വോട്ട് എന്തായാലും അച്ഛന് ചെയ്യണം എന്ന നിലപാടിലാണ്. എന്തായാലും അദ്ദേഹം വരും എന്നാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അദ്ദേഹം വന്ന് വോട്ടിടാൻ എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്ന നിലപാടിലാണ് വീട്ടിലിരിക്കുന്നത്. എന്തായാലും ഇത് ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. കാരണം മറ്റു പല ബൂത്തുകളിലും ഇത്തരത്തിൽ ICDSൻ്റെ ഉദ്യോഗസ്ഥരെ പലയിടത്തും നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രശ്നം പറഞ്ഞപ്പോഴാണ് അറിയണം പലയിടത്തും
വയസ്സായി വരുന്ന ആൾക്കാരെ ഇവർ പിന്നെ കൂടെ വരുന്ന മകനെയോ മകളെയോ ബന്ധുക്കളെയോ ആരെയും അകത്ത് കയറ്റാതെ അവരെ കയറ്റിയിട്ട് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യുന്നു എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഏറ്റവും നമ്മൾ വിശ്വാസത്തോടെ കണക്കിലെടുക്കുന്ന നമ്മുടെ ഒരു വോട്ട് മാത്രമാണ്. ഏറ്റവും വിലയുള്ള ഒരു സംവിധാനമാണ് ഒരു വോട്ടിംഗ് സംവിധാനം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തരംതാന്ന് പോയാൽ ഇത് മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന അതിനേക്കാൾ വലിയൊരു അഴിമതിയിലേക്ക് ഇത് പോവുകയാണ്. ഇതിൽ ശുദ്ധമായ ഒരു അസംബന്ധം അല്ല ഒരു എന്ത് പറയുക കുളം കലക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ആർക്കും വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് പോവുകയാണ്. ഈ സംവിധാനത്തിലേക്ക് വരാതിരിക്കണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട്, അത് അവരുടെ അവകാശമാണ്. അത് ഉറപ്പായിട്ടും ചെയ്യണം. അദ്ദേഹത്തിന് ആ വോട്ട് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യണം. മറ്റൊരാൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കണക്കിൽ വരില്ല. അദ്ദേഹം പാർട്ടി ചിഹ്നം ഉൾപ്പെടെ ഏത് രാഷ്ട്രീയമാവട്ടെ ഓരോരുത്തർ വ്യക്തി നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ, രാഷ്ട്രീയത്തിന് അതീതമായി. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് രേഖപ്പെടുത്താൻ വന്നിട്ട് അദ്ദേഹം അത് പബ്ലിക്കായിട്ട് പറയുന്നു, ഞാൻ ഇന്ന പാർട്ടി ഇന്നതുപോലെ വോട്ട് ചെയ്യാൻ വന്ന ആളാണ്, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ചെയ്യണം അദ്ദേഹം. അതിനുള്ള സംവിധാനം ഇവർ ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അല്ല, ഈ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഇവിടെ പുറത്തു നിന്ന് വിവിധ പാർട്ടിക്കാരുടെ എല്ലാവരും കയറി സംസാരിച്ചപ്പോൾ അവർ കയർത്ത് കയറുകയാണ്. ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് വിഷയം ഉണ്ടാകുക. കാരണം അവർക്കെതിരെ ഇതൊരു വിഷയമാവുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവരുടെ പാളിച്ചയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവർ തിരിച്ചത് നമ്മളെ ഷൗട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്.